ഹായ് റോൺ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ഓപ്ഷൻ സെല്ലിംഗ് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി വ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. വീക്ക്ലി വ്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 4 അവർ ചാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് ലെവലുകൾ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 4 അവർ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറൻ്റ് ഉള്ള ഒരു സോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട് മാർക്കറ്റിൽ, അതുപോലെ തന്നെ 4 അവറിൽ ഈ ഒരു ഡിമാൻഡ് സോൺ. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൻ്റെ ഇൻ ബിറ്റ്വീനാണ് മാർക്കറ്റ് കറൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ബുള്ളിഷ് വ്യൂ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക ഒരു വലിയ റാലി നടന്ന് കറക്ഷൻ വന്ന് ഈ സപ്ലൈയിൽ എടുത്ത് മാർക്കറ്റ് ഒന്നുകൂടെ ഡിമാൻഡ് ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ ഒരു ബുള്ളിഷ് വ്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് വീക്കിലൊരു ബുള്ളിഷ് വ്യൂ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ സെല്ലിങ്ങിലെ സ്ട്രാറ്റജി നമുക്ക് പ്ലാൻ ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സോണുകൾ ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്ത് നോക്കാം. 1 അവറിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സപ്ലൈ സോൺ ഇവിടെ ഈ ഒരു സോൺ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈ സോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യൂ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പുട്ട് സ്പ്രെഡ്, ഒരു ബെസ്റ്റ് ഓപ്ഷൻ. പുട്ട് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ്റെ ഏതെങ്കിലും ഒരു ഔട്ട് ഓഫ് 20 സെല്ല് ചെയ്യാം. ഇതിൻ്റെ ഡൗണിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുട്ട് ഓപ്ഷൻ്റെ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യാം, ബൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു പുട്ട് സ്പ്രെഡ് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഒന്നുകിൽ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കുറച്ചുകൂടെ കൂടുതൽ വേണം, പക്ഷെ റിസ്ക് കൂടുതലാണ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രാഡിൽ കൊടുത്തിട്ട്, അതായത് കറൻ്റ് ഉള്ള മാർക്കറ്റിൽ അറ്റ് മണിയിലുള്ള ഒരു സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ പ്രൈസ് വരുന്ന 51,500 ഈ ഒരു ലെവലിലുള്ള ഒരു സ്ട്രാഡിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു സ്ട്രാഡിൽ എന്ന് പറയുമ്പോൾ അറ്റ് മണിയുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ ഒരേ സമയത്ത് സെല്ല് ചെയ്യുന്നു. അതിൻ്റെ ആ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് പോയിട്ട് നമുക്കൊരു നേക്കഡായിട്ട് നമ്മൾ സ്ട്രാഡിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കവിടെ ഒരു ഹ്യൂജ് ലോസസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിൽ നമുക്കൊരു ബൈലേക്ക് അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റിസ്ക് നമുക്കവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ ആ ഒരു പൊസിഷൻസ് നമുക്കൊന്ന് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഓപ്ഷനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പൊസിഷൻസ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഒരു 51,500 ഒരു സ്ട്രാഡിൽ ഒരു ലോട്ട് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. 51,500 ഒരു ലോട്ട് സ്ട്രാഡിൽ നമ്മൾ നേക്കഡായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും പേ ഓഫ് ഗ്രാഫ് വരുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും പേ ഓഫ് ഗ്രാഫ് വരുന്നത്. നമുക്കിവിടെ ഒരു പിരമിഡ് പോലെ, പക്ഷേ ഇവിടെ റിസ്ക് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ രീതിയിലൊരു ലോസസ് വരാനുള്ള ഒരു ചാൻസസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ 50,900, അതുപോലെ 52,100. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്കൊരു ബൈലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ റിസ്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കൊരു 50,900 ഒരു ബൈലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 50,900 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഒരു 50,800 ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു ബൈലേക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 52,000 നമുക്ക് വേണമെങ്കിൽ ഒരു ബൈലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പേ ഓഫ് ഗ്രാഫ് കാണുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഒരു പിരമിഡ് പോലത്തെ ഗ്രാഫാണ്. ഇൻ കേസ് മുകളിലത്തെ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു 51,900 ആണ്. അതുപോലെ ഡൗണിൽ 51,83 ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് വരുന്നത്. ഒരു ബുള്ളിഷ് വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ മുകളിലേക്ക് കുറച്ച് ബ്രേക്ക് ഇവൻ പോയിന്റ് എക്സ്റ്റെൻഡ് എടുത്തത്. പക്ഷെ ഇവിടെ ഡൗണിലേക്ക് മാർക്കറ്റ് അഥവാ ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ റിസ്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ റിസ്ക് കുറക്കാൻ വേണ്ടി ഒരു ബൈലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുട്ട് സ്പ്രെഡ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അയൺ കോണ്ടോർ പോലെ ചെയ്യാൻ പറ്റും. അതായത് അയൺ കോണ്ടോർ പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് കറൻ്റ് ഉള്ള പ്രൈസിൽ നിന്ന് ഈ പറഞ്ഞ ഒരു കോൾ സ്പ്രെഡ്, ഒരു പുട്ട് സ്പ്രെഡ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ബ്രേക്ക് ചെയ്യാൻ ഇപ്പോൾ അടുത്ത ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ലെവൽ എന്ന് പറയുമ്പോൾ 4 അവറിലൊരു അടുത്തൊരു സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മുകളിലത്തെ ഈ ഒരു സോൺ എടുക്കാം. മേ ബി ഇനിയിപ്പോൾ ഈ ഒരു ലെവല് കറൻ്റ് ഉള്ള ഈ ഒരു സപ്ലൈ ടേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഈ ഒരു സപ്ലൈയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്കൊന്നെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ പുട്ട് സ്പ്രെഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, അതൊരു ഓപ്ഷനാണ്.
ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രാഡിൽ കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബ്രേക്ക് ഓൺ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബൈലൊക്കെ കൊടുത്തിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അയൺ കൗണ്ടർ, അതായത് കോൾ സ്പ്രെഡും പുട്ട് സ്പ്രെഡും ഒരുമിച്ച് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷനാണ് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഉള്ളത്. അപ്പോൾ നേക്കഡ് ആയിട്ട് നമ്മൾ വൺ സൈഡ് ഓപ്ഷൻ സെല് ചെയ്തതിനേക്കാളും ബെറ്റർ എപ്പോഴും നമ്മൾ ഇതുപോലെ ഹെഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാൻസ് ഒക്കെ നമുക്ക് അടുത്ത വീക്കിൽ എങ്ങനെയാണ് വന്ന റിസൾട്ട് ഒക്കെ നമുക്ക് അടുത്ത വീക്കിലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.